Welcome back, my dear students, on a new lecture on Fourier series. So, in the previous lecture, we have discussed about trigonometric series in general, even and periodic functions, and Fourier series expansion, and how to find the coefficients of Fourier series. In this video, we will discuss some examples. So, let's move on to the examples. Question number 1. Find the Fourier series of the function f of x is equal to minus pi if minus pi less than x less than 0 and is equal to x if 0 less than x less than pi. Also deduce that pi square by 8 should be equal to 1 by 1 square plus 1 by 3 square plus 1 by 5 square plus etc. So we have to find the Fourier series expansion of this function. So move on to the solution. In general, the Fourier series expansion is Fourier series expansion is a0 by 2 plus summation n is equal to 1 to infinity an cos nx plus bn sin nx. So the only thing which we need to find is a0, an and bn. And step 1, so finding an. Okay, so a0 is by relation, it is 1 by pi integral minus pi to pi f of x dx. ഇവിടെ എഫ് ഓഫ് എക്സിനെ നമ്മൾ രണ്ട് പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ മൈനസ് പൈ തൊട്ട് 0 വരെ മൈനസ് പൈ ആണ് ആൻസർ, 0 തൊട്ട് പൈ വരെ എക്സ് ആണ് ആൻസർ. സോ നമ്മൾ ഇൻ്റഗ്രലിനെയും രണ്ട് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. സോ ദിസ് ഈസ് 1 by pi integral minus pi to 0 minus pi dx plus integral 0 to pi x dx. സോ നമുക്ക് ഈ ഇൻ്റഗ്രലാണ് ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ മൈനസ് പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ഓഫ് ദ ഇൻ്റഗ്രൽ. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1 by pi in the bracket minus pi. അപ്പോൾ മൈനസ് പൈ ടു 0 dx. dx ഇൻ്റഗ്രൽ x ആണ്. സോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഈസ് എക്സ് സ്ക്വയർ ബൈ 2 upper limit lower limit. So this should be equal to 1 by pi times minus pi, upper limit കൊടുക്കുമ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് പൈ പ്ലസ് ഹിയർ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ സ്ക്വയർ ബൈ 2 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. സോ ദിസ് ഈസ് 1 by pi. ഇവിടെ നമുക്ക് മൈനസും മൈനസും പ്ലസ്, പ്ലസും മൈനസും മൈനസ്. സോ ദിസ് ഈസ് മൈനസ് പൈ സ്ക്വയർ എന്ന് കിട്ടും, പ്ലസ് പൈ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, സോ പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ സ്ക്വയർ വിച്ച് ഈസ് ആക്ച്വലി മൈനസ് പൈ സ്ക്വയർ ബൈ 2. സോ 1 by pi ടൈംസ് മൈനസ് പൈ സ്ക്വയർ ബൈ 2. ഒരു പൈ ക്യാൻസൽ ആക്കി കളയുമ്പോൾ ദ ആൻസർ ഈസ് മൈനസ് പൈ ബൈ 2. നെക്സ്റ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് എൻ.
So an, the expression for an is 1 by pi integral minus pi to pi f of x cos nx dx, which is 1 by pi. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്, മൈനസ് പൈ ടു സീറോ ആൻഡ് സീറോ ടു പൈ. സോ അതുപോലെ ഇൻ്റഗ്രലും സ്പ്ലിറ്റ് ചെയ്യുന്നു, മൈനസ് പൈ ടു സീറോ, മൈനസ് പൈയുടെയും സീറോയുടെ ഇടയ്ക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ മൈനസ് പൈ. സോ മൈനസ് പൈ കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീറോ ടു പൈ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. So this is 1 by pi. ഇവിടെ മൈനസ് പൈ കോൺസ്റ്റൻ്റ് ആണ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. മൈനസ് പൈ വെളിയിലെടുത്തു. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു സീറോ കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീറോ ടു പൈ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ദിസ് ഈസ് 1 by pi minus pi times cos nx in the integral is sin nx divided by n. So integral of cos nx dx is actually sin nx divided by n. Okay, so this is sin nx divided by n minus pi to 0. ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്ട്സ് ആണ്, സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എപ്പോഴും പോളിനോമിയൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എപ്പോഴും ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്യണം. ഇവിടെ എക്സ് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, സോ വി ക്യാൻ ചൂസ് ഇറ്റ് ആസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ റിലേഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ഡി എക്സ് മൈനസ് integral of derivative of first function, x ന്റെ derivative is 1 times integral of second, integral of cos nx dx. Okay, so this is 1 by pi times minus pi. ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ എൻ സീറോ എന്ന് കിട്ടും, ദാറ്റ് ഈസ് സൈൻ സീറോ, സൈൻ സീറോ ഈസ് സീറോ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ മൈനസ് എൻ പൈ എന്ന് കിട്ടും. സൈൻ എൻ പൈയും സൈൻ മൈനസ് എൻ പൈയും എപ്പോഴും സീറോ ആണ്. സോ സെക്കൻഡ് പാർട്ട് ഓൾസോ ബിക്കം സീറോ. സോ അതവിടെ അവസാനിച്ചു. എക്സ് ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഈസ് ആക്ച്വലി സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സോ വി ക്യാൻ റൈറ്റ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഹിയർ ദ ലിമിറ്റ് ഈസ് ഫ്രം 0 to pi. Okay, minus integral of cos nx is actually sin nx divided by n. Okay, so ഇവിടെ മൈനസ് പൈ ടൈംസ് ഈ പാർട്ട് കംപ്ലീറ്റ്ലി സീറോ ആകും, കാരണം അത് സീറോ മൈനസ് സീറോ ആണ്. സീറോ മൈനസ് സീറോ ഈസ് ആക്ച്വലി സീറോ. സോ ആ പാർട്ട് സീറോ ആയിപ്പോവും. സോ ദ റിമൈനിങ് പാർട്സ് ഈസ് ആക്ച്വലി, so we should be equal to 1 by pi times, this is 0. ഇവിടെ നമുക്ക് 1 by n കോമൺ എടുക്കാം, 1 by n വെളിയിൽ എടുക്കാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദിസ് ഈസ് പൈ സൈൻ എൻ പൈ മൈനസ് 0 സൈൻ 0. ഓക്കെ എന്ന് കിട്ടും. മൈനസ് ഇവിടെയും 1 by എന്ന് വെളിയിലെടുക്കാം. നെക്സ്റ്റ് ഈസ് സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സോ ഹിയർ ഇറ്റ് ഈസ് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെയും ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to pi. സോ ദിസ് ഈസ് ആക്ച്വലി 1 by pi. 0 കഴിഞ്ഞു. സൈൻ എൻ പൈ എപ്പോഴും 0 ആണ്, സൈൻ സീറോയും 0 ആണ്. സോ ദിസ് പാർട്ട് ബിക്കംസ് 0. സോ ദിസ് പാർട്ട് 0 പ്ലസ് 0. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസും മൈനസും ഇവിടെ പ്ലസ് ആകും. സോ പ്ലസ് ഇവിടെ 1 by n ഉണ്ട്, 1 by n കൂടെ വീണ്ടും ഒരു 1 by n കൂടെ വരുമ്പോൾ 1 by n സ്ക്വയർ എന്ന് വരും. സോ 1 by n സ്ക്വയർ
ദിസ് ഈസ് കോസ് എൻ പൈ. നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ മൈനസ് വെളിയിൽ എടുത്തു കഴിഞ്ഞു. സോ കോസ് എൻ പൈ മൈനസ് കോസ് 0 എന്ന് വരും. ദിസ് ഈസ് 1 by pi 1 by n square. Cos n pi we have already discussed. Cos n pi യുടെ വാല്യൂ -1 raised to n ആണ്. Cos 0 യുടെ വാല്യൂ ഈസ് 1. So this is 1 by n pi square -1 raised to n -1 എന്ന് കിട്ടും. This is actually an. So an കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ an നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് bn. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് find bn. So bn the relation is 1 by pi integral minus pi to pi f of x sin nx dx. This is 1 by pi. ഇവിടെ നമുക്ക് ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യണം. -π to 0യും 0 to πയും. കാരണം ഇവിടെ ഫംഗ്ഷന് -π to 0 അതിൻ്റെ ആൻസർ -π എന്നും 0 to π അതിൻ്റെ ആൻസർ x എന്നുമാണ്. സോ ഇൻ്റഗ്രൽ -π to 0 f of x in between -π to 0 is -π sin nx dx plus integral 0 to π x sin nx dx എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by pi. ഇവിടെ നമുക്ക് -π കോൺസ്റ്റൻറ്റ് വെളിയിലെടുക്കാം. സോ -π. അടുത്തത് സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഈസ് ആക്ച്വലി മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ദിസ് ഈസ് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ലിമിറ്റ്. നെക്സ്റ്റ് ഈസ് ഇത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്ട്സ് ആണ്. സോ വി ക്യാൻ യൂസ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഹിയർ. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് സൈൻ എൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഹിയർ എക്സ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, സോ ദിസ് ബിക്കംസ് 1 by pi. ഇവിടെ ഒരു -π ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസും പ്ലസ്. ഇവിടുത്തെ 1 എന്നും കോമൺ എടുക്കാം. സോ π by n. ദിസ് ഈസ് ആക്ച്വലി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് 0 മൈനസ് കോസ് -nπ എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഈസ് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഹിയർ ഇറ്റ് ഈസ് 0 to π. ഇവിടുത്തെ ഇൻ്റഗ്രൽ 0 to π ആണ്. മൈനസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 0 to π കൊടുക്കുന്നത്. ഓക്കെ, സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഈസ് ആക്ച്വലി മൈനസ് കോസ് എൻ എക്സ് ഡി എക്സ്. സോ ഇൻ്റഗ്രൽ ഓഫ് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ഡി എക്സ്. ഓക്കെ, നൗ മൂവിങ് ഓൺ. കോസ് 0യുടെ വാല്യൂ ഈസ് ആക്ച്വലി 1. കോസ് എൻ പൈയുടെയും കോസ് -nπ യുടെയും വാല്യൂ എല്ലാം -1 raised to n ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി 1 by pi by n. ദിസ് ഈസ് 1 -1 raised to n പ്ലസ് ഇവിടെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ദാറ്റ് ഈസ് നമുക്ക് ഈ മൈനസ് വെളിയിലെടുക്കാം. -1 by n വെളിയിലെടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ കോസ് എൻ പൈ -0. അപ്പർ ലിമിറ്റ് എക്സിന് പൈ കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു കോസ് എൻ പൈ എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ഇൻറ്റു കോസ് 0 എന്ന് കിട്ടും. 0 ഇൻറ്റു സംതിങ് ഈസ് ഓൾവേസ് 0. ഇവിടുത്തെ മൈനസും പ്ലസ്. ഓക്കെ, സോ 1 by n വെളിയിലെടുത്തു. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഈസ് ആക്ച്വലി സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഹിയർ ലിമിറ്റ് ഫ്രം
0 to pi. Okay. So this is 1 by pi by n, 1 minus minus 1 raised to n, plus minus 1 by n, pi into cos n pi value is actually minus 1 raised to n. Plus ഇവിടെ 1 by n ഉം 1 by n ഉം 1 by n square. Upper limit minus lower limit is sin n pi minus sin 0. So this is 1 by pi by n, 1 minus minus 1 raised to n. ഇവിടെ നമുക്ക് minus 1 by n pi minus 1 raised to n ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇവിടെ സൈൻ എൻ പൈ 0 ആണ്, സൈൻ 0 0 ആണ്. സോ നെക്സ്റ്റ് ടൈം ബിക്കം 0. ഓക്കെ, now this should be equal to 1 by pi. ഇവിടെ നമുക്ക് ഇത് അകത്തോട്ട് കൊടുക്കുമ്പോൾ this is pi by n into 1 is pi by n minus pi by n times minus 1 raised to n minus pi by n times minus 1 raised to n. Okay, so this is 1 by pi whole times pi by n minus 2 pi by n, denominator same ആണ്, minus 1 raised to n. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈ കോമൺ എടുത്ത് ക്യാൻസൽ ആക്കി കളയാം. സോ ദിസ് ബിക്കംസ് പൈ കോമൺ എടുത്ത് രണ്ടിൻ്റെ അകത്തും പൈ കോമൺ ആണ്, പൈയും ഈ പൈയും ക്യാൻസൽ ആക്കി കളയുമ്പോൾ ദ ആൻസർ ബിക്കംസ് 1 by n minus 1 by n into minus 1 raised to n. That is 1 by n times 1 minus minus 1 raised to n. So ഇവിടെ ഒരു 2 ഉണ്ട്, സോറി ഇവിടെ ഒരു 2 ഉണ്ട്. So 2 times minus 1 raised to n. So this is the answer. So we have found all the coefficients. Now to sum up the whole thing, the first coefficient a naught is actually minus pi by 2. An is actually 1 by n pi square minus 1 raised to n minus 1, and bn is actually 1 by n 1 minus 2 times minus 1 raised to n. Okay, so നമുക്ക് Fourier series എഴുതാം. The Fourier series is a naught by 2 plus summation n is equal to 1 to infinity an cos nx plus bn sin nx. So this should be equal to a naught is actually minus pi by 2. So a naught by 2 is minus pi by 2 whole divided by 2 plus summation n is equal to 1 to infinity 1 by n pi square minus 1 raised to n minus 1 cos nx plus 1 by n 1 minus 2 times minus 1 raised to n sin nx. Okay. Okay, so here it is not pi square. If you remember, this is actually n square pi, because here pi into 1 by n square, so it is actually n square pi. So that means here also there's a slight change.
Here also an is actually n square pi. Okay, so we can, here also it is n square pi. We made a small mistake there. Now if you expand this, you will be getting the term as, this is minus pi by 4, and this term minus 1 raised to n minus 1. So minus 1 raised to n minus 1, which is 0 if n is even. n even ആകുമ്പോൾ minus 1 raised to n is actually 1. 1 minus 1 is actually 0. n odd ആകുമ്പോൾ minus 1 raised to n is minus 1 minus 1, which is actually minus 2 എന്ന് കിട്ടും. Okay, so we can do that. And നമുക്കിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. So this is, ഞാൻ തൽക്കാലം എക്സ്പാൻഷൻ എഴുതുന്നില്ല, 1 by n square pi minus 1 raised to n minus 1 cos nx plus 1 by n 1 minus 2 times minus 1 raised to n sin nx. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പാൻഷൻ pi square by 8 is equal to 1 by 1 square plus 1 by 3 square plus 1 by 5 square plus etc. അതായത് ഡിനോമിനേറ്ററിൽ സ്ക്വയർ വേണം. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്ന രൂപത്തിൽ വരുന്ന എക്സ്പാൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ ഇവിടെ സെക്കൻഡ് ടേം എടുക്കുമ്പോൾ സെക്കൻഡ് ടേമിൻ്റെ അകത്ത് ഡിനോമിനേറ്ററിൽ സ്ക്വയർ ഇല്ല. സോ ഈ സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആകുന്ന രൂപത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ വി ക്യാൻ സംഹൗ ഫൈൻഡ് ദിസ് എക്സ്പാൻഷൻ. ഓക്കെ, സോ സെക്കൻഡ് ടേമിൻ്റെ അകത്ത് 1 by n ഉള്ളപ്പോൾ 1 by n പാർട്സ് എല്ലാം നമുക്ക് 0 ആകണം. സൈൻ എൻ എക്സ് 0 ആകാൻ വേണ്ടി ഇറ്റ് ഈസ് ഈസിയർ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഐദർ എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു പൈ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നോ എക്സ് ഈസ് ഈക്വൽ ടു പൈ എന്നോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് സൈൻ എൻ എക്സ് ഓർ സൈൻ എൻ പൈ ഈസ് ഓൾവേസ് 0. സോ ഈ ടേം മൊത്തം നമുക്ക് ക്യാൻസൽ ആയി കിട്ടും. So we have to put x is equal to 0 in the Fourier expansion. തൽക്കാലത്തേക്ക് x is equal to 0 എന്ന് കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, x is equal to 0 എന്ന് കൊടുക്കുന്ന നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചത് നമുക്ക് ടേമിൻ്റെ അകത്ത് 1 by n ടേംസ് ഒന്നുമില്ല ഈ എക്സ്പാൻഷൻ്റെ അകത്ത്. സോ 1 by n ടേംസ് എല്ലാം 0 ആയിരിക്കണം. സോ വിച്ച് മീൻസ് സൈൻ എൻ എക്സ് ഷുഡ് ബി ഈക്വൽ ടു 0, വിച്ച് മീൻസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു ഐദർ 0 ഓർ പൈ. ഹിയർ വി സബ്സ്റ്റിറ്റ്യൂട്ട് x is equal to 0. So x is equal to 0 ആകുമ്പോൾ cos nx is actually cos 0. Cos 0 is always 1. So this expansion becomes minus pi by 4 plus summation n is equal to 1 to infinity 1 by n square pi minus 1 raised to n minus 1 into cos 0, which is 1, plus next term is sin 0. Sin 0 is always 0. Okay, so which implies minus pi by 4. നമുക്ക് ഇതിന് എക്സ്പാൻഷൻ കൊടുക്കുക. n is equal to 1, n is equal to 2 എന്നുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കൊടുക്കുക. സോ n is equal to 1 ആകുമ്പോൾ this is actually 1 by 1 square pi minus 1 raised to 1 is minus 1 minus 1 minus 1 is minus 2 plus n is equal to 2 ആകുമ്പോൾ 1 by 2 square pi minus 1 raised to 2 is 1, 1 minus 1 is 0. n is equal to 3 ആകുമ്പോൾ 1 by 3 square pi minus 1 raised to 3 is actually minus 1. So minus 1 minus 1 is actually minus 2. Okay. Similarly, അടുത്തത് n is equal to 4 ആകുമ്പോൾ minus 1 raised to 4 is 1, 1 minus 1 is 0. So ആ ടേം 0 ആയിപ്പോകും. n is equal to 5 ആകുമ്പോൾ 1 by 5 square pi minus 1 raised to 5 is minus 1, minus 1 minus 1 is minus 2 plus etc. This is the expansion. Okay, now നമുക്ക് നമ്മുടെ ഫംഗ്ഷനിലേക്ക് പോവാം. ഈ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചു. So we can substitute this expansion as minus pi by 4.
നമുക്കിവിടെ ഒരു 1/π കോമൺ എടുക്കാം എല്ലാത്തിൻ്റെ അകത്തും. 1/π ടൈംസ് -2/1² -2/3² -2/5² etc. This is the expansion. Now ഇതാണ് x = 0 ആയിട്ടുള്ള എക്സ്പാൻഷൻ. ഇനി നമ്മുടെ ഫംഗ്ഷൻ ചൂസ് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ച ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുക. f of x is given as f of x is equal to -π if -π less than x less than 0, and it is x if 0 less than x less than π. നമുക്ക് ഇവിടെയാണ് x = 0 കൊടുക്കുമ്പോൾ കിട്ടേണ്ട വാല്യൂ ആണ് ഇത്. ഇനി നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമാണ് f of x should be equal to the Fourier series. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ we have f of x plus f of x minus divided by 2 ആണ് നമ്മൾ ഫോറിയർ സീരീസ് ആയിട്ട് കണ്ടെത്തിയത്. ഓക്കെ, ഇവിടെ നമ്മൾ x = 0 എന്നുള്ള വാല്യൂ ആണ് ഫോറിയർ സീരീസിൻ്റെ അകത്ത് കണ്ടുപിടിച്ചത്. So we have to check whether or not our function is continuous at x = 0. So at x = 0 നമുക്ക് നോക്കാം. നമുക്ക് ലിമിറ്റ് x tends to 0 minus f of x നോക്കാം. ഓക്കെ, അതായത് 0യുടെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള f of xൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ. നമ്മൾ 0യുടെ ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും -π ആണ്. സോ ലിമിറ്റ് x tends to 0 minus -π. ഇതിൻ്റെ ആൻസർ എപ്പോഴും -π ആണ്, കാരണം കോൺസ്റ്റൻറ്റ് ലിമിറ്റിൻ്റെ അകത്ത് വാല്യൂസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലിമിറ്റ് x tends to 0 plus f of x. This is limit x tends to 0 plus. 0 plus എന്ന് വെച്ചാൽ 0യുടെ റൈറ്റ് സൈഡിൽ. 0യുടെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഈസ് ആക്ച്വലി എക്സ്. ഓക്കെ, 0യെക്കാട്ടിലും വലുതാകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഈസ് എക്സ്. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ ആൻസർ ഈസ് 0. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. സോ വിച്ച് മീൻസ് ഈ ഫംഗ്ഷൻ x = 0യ്ക്കകത്ത് കണ്ടിന്യൂസ് അല്ല. സോ ഹിയർ f of x ഈസ് not continuous at x = 0. x = 0യ്ക്കകത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. സോ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷനോട് ഈക്വൽ ആകുന്നത് f of x plus f of x minus divided by 2 എന്നുള്ള വാല്യൂ ആണ് ഫോറിയർ സീരീസിനോട് ഈക്വൽ ആകുന്നത്. സോ ഹിയർ x = 0 ആണ്. f of x plus, that is f of 0 minus 0 plus. ഓക്കെ, ഇതാണ് രണ്ട് വാല്യൂസ്. ഈ വാല്യൂസിനോടാണ് ഇത് ഈക്വൽ ആകുന്നത്. സോ ലെറ്റ് us substitute. ഓക്കെ, സോ ബൈ ഫോറിയർ സീരീസിൻ്റെ തിയറം വെച്ചിട്ട് we have f of 0 plus f of 0 minus divided by 2 is equal to 0യ്ക്കകത്തെ ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ. 0യ്ക്കകത്തെ ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് -π/4 plus 1/π into -2/1² -2/3² -2/5² etc. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് -π/4 plus 1/π into -2/1² -2/3² -2/5² etc. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് f of 0യുടെ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ടാണ് f of 0 പ്ലസും f of 0 മൈനസിൻ്റെയും ആവറേജ് എടുക്കുന്നത്. ഓക്കെ, ഇനി f of 0 പ്ലസ് നമുക്കറിയാം 0, f of 0 മൈനസ് ഈസ് ആക്ച്വലി -π. സോ ദ ആൻസർ ഈസ് 0 പ്ലസ് -π divided by 2 is equal to -π/4 plus 1/π. ഇവിടെ -2 കോമൺ എടുത്താൽ -2 ടൈംസ് 1/1² plus 1/3² plus 1/5² plus etc. ഓക്കെ, സോ ഇറ്റ് ഈസ് -π/2 എന്ന് കിട്ടും. ഈ -π/4 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക.
So the expression becomes minus pi by 2 plus pi by 4 is equal to minus 2 by pi times 1 by 1 square plus 1 by 3 square plus 1 by 5 square plus etc. എന്ന് കിട്ടും. ഓക്കെ, ഇനി മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 4 വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു മൈനസ് 2 ബൈ പൈ എന്ന് കിട്ടും. സോറി, മൈനസ് പൈ ബൈ 4 ആണ്. മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 4 ഈസ് ആക്ച്വലി മൈനസ് പൈ ബൈ 4. 1 by 1 square plus 1 by 2 square plus etc. ഓക്കെ, സോ ഇനിയിപ്പം ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പൈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ന്യൂമറേറ്ററിലും ഈ -2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്ററിലും ആകും. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു മൈനസ് പൈ ബൈ 4 ടൈംസ് പൈ ബൈ -2 ഈസ് ഈക്വൽ ടു 1 by 1 square plus 1 by 2 square 1 by 3 square 1 by 3 square plus 1 by 5 square plus etc. So this is actually pi square by 8 is equal to 1 by 1 square plus 1 by 3 square plus 1 by 5 square plus etc. So this was the expansion which we needed to find. So this is how we find the answer. Okay, so പ്രത്യേകം ഇവിടെ the trick is നമുക്ക് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻസ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് കണ്ടുപിടിക്കേണ്ട സമ്മിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ സ്ക്വയർ വേണം. നമുക്ക് 1 by 1 square 1 by 3 square എന്നുള്ളതാണ്. അപ്പോൾ സ്ക്വയർ ഉള്ള ടേം മാത്രമേ ഉണ്ടാകാവൂ, സ്ക്വയർ ഇല്ലാത്ത ടേംസ് വേണ്ട. സ്ക്വയർ ഇല്ലാത്ത ടേംസ് അവോയ്ഡ് ചെയ്യണം. അതിനുവേണ്ടി എക്സിന് ഒന്നുകിൽ 0 അല്ലെങ്കിൽ പൈ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. 0 കൊടുത്തപ്പോൾ ഈ ടേംസ് ഒഴിവായി. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് ഫൊറിയർ സീരീസും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും ഈക്വൽ ആണ് എപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമ്പോൾ. ഇവിടെ ഫംഗ്ഷൻ 0 എന്നുള്ള വാല്യൂ അകത്താണ് ഇട്ട് കൊടുക്കുന്നത്. 0യ്ക്ക് അത് കണ്ടിന്യൂസ് ആണോ നോക്കണം. 0യ്ക്ക് അത് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജിനോടാണ് ഫൊറിയർ സീരീസ് ഈക്വൽ ആകുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.